ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ബാലൻ യാ ചിദംബരം സംവിധാനം ചെയ്ത് ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റിൽ വന്ന സിനിമയാണ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. സത്യം. ഒരു കുട്ടി, ആ കുട്ടീന്റെ കുറച്ചും കൂടി വലുപ്പമായിട്ടുള്ള മറ്റൊരു കുട്ടി, പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഈ കുട്ടിയുടെ അമ്മ, പിന്നെ നായിക ടോവിനോ, പിന്നെ ഒരു മുത്തശ്ശി ബീന ആന്റണി, ജീൻ പോൾ, അതെ, പിന്നെ ഗിരീഷ് ഷേഡി, പിന്നെ ആരൊക്കെയുള്ളത്, പിന്നെ ആരായിരുന്നു, അതായത് വന്നവരും പോയവരും ഒക്കെ കിടിലൻ. ടോവിനോ തോമസ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ചിദംബരത്തിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ഇതാണെന്ന് തോന്നുന്നത്. സത്യം. ആളെ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ്. അതേപോലെ ഇതിന്റെ സ്ക്രിപ്റ്റിങ് ജിത്തു മാധവൻ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ സിനിമ! നമ്മളൊരു സിനിമ കാണുമ്പോ നമുക്ക് പല രീതിയിലുള്ള എൻജോയ്മെന്റ് ഉണ്ട്. നമുക്ക് സിനിമ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് കാണാൻ പറ്റും. ചിലത് നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് കണക്ട് ആക്കും. ഇതിനകത്ത് വേറെ ഏതോ ഒരു മൂഡിലാണ് സിനിമ. ഇതിൽ പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരിക്കലും ഒരാളുടെ അടിമയായിട്ട് നിൽക്കുന്നത്, അത് ഏതെങ്കിലും രീതിയിൽ വേറെ എന്തെങ്കിലും, ചിലപ്പോ ഭയങ്കരമായ കൂടുതൽ സ്നേഹം കൊണ്ടാവാം, ബന്ധം വെച്ചിട്ടുള്ള രീതിയിലാവാം. അതിനൊന്നും അല്ലാതെ തന്നെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ പറയുന്ന, അതിനുവേണ്ടി പോരാടുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രം അങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു കുട്ടിയെ. ജീവിതം കൊണ്ട് പഠിക്കുന്നതാണ്. അതൊരു ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതികള്, അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ട്വിസ്റ്റുകള് ഭയങ്കര രസമായിട്ടാണോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഓരോ കഥാപാത്രങ്ങളും ഓരോ സമയങ്ങളിലാണ് കയറി വരുന്നത്. ആ സമയങ്ങളില് ഇവർ ആ സിനിമയെ അങ്ങ് ലിഫ്റ്റ് ചെയ്യാണ്. സത്യം. ഒരു ടൈമില്, അതായത് ഇതിനകത്തൊരു മുത്തശ്ശി ഉണ്ടെന്ന് പറയുന്നില്ല, അതെ, ഒരു ടൈമില് ആ മുത്തശ്ശി ആ സിനിമ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഭയങ്കര ഒരു ബഹളവും ഓളമൊക്കെയാണ് ആ മുത്തശ്ശി വരുന്ന സമയത്ത് കേട്ടോ. മുത്തശ്ശിന്റെ പെർഫോമൻസ് ഒക്കെ എന്റെ അമ്മോ, ഇതിലെ എല്ലാവരുടെ പെർഫോമൻസും ഭയങ്കര സ്വാഭാവികമായിട്ടുള്ള അഭിനയമാണ്. അതെ, ഒന്നും തോന്നൂല, ഒരാളതും അങ്ങനെ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. ഇതില് ടോവിനോന്റെ വയറൊക്കെ അല്ലേ, ടോവിനോനെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ടോവിനോന്റെ ക്യാരക്ടർ തന്നെയോ, അതായത് നമുക്ക് വരെ ആളോട് ഒരു സംശയമൊക്കെ തോന്നിച്ചിട്ട് ഭയങ്കര ഡൗട്ട് അടിപ്പിക്കും. അത് പറയുന്നില്ല, അത് ബാക്കി അത് നിങ്ങൾ അറിഞ്ഞാൽ മതി. സിനിമ കാണുമ്പോൾ കിട്ടേണ്ട സാധനമാണ്. അതെ, ക്യാരക്ടർ ഓരോ ക്യാരക്ടറൈസേഷനും ഗംഭീരാണ്. പിന്നെ ഇതിന്റെ ആർക്ക്, ഇത് കൊണ്ടുപോയിരിക്കുന്ന രീതി, പിന്നെ ഒരു അതായത് തുടങ്ങുന്ന മുതൽ ഒരു സ്ലോയിലാണ് പടം പോകുന്നത്. ആ ഒരു വൈബിൽ തന്നെ ഇരുന്ന് കാണാം. അതാണ് ഇതിന്റെ ഏറ്റവും, അതായത് ചില സമയങ്ങളിൽ മ്യൂസിക് ഒന്നുമില്ല, സൈലൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക മൂഡും ഫീലും ഒക്കെയാണ്. ഇതെങ്ങനെ നമുക്ക്, അതായത് എന്താ പറയാ, കാസ്റ്റിംഗ് വളരെ മികച്ചതാണ്, കാസ്റ്റിംഗ് ഗംഭീരം. പിന്നെ ഇവര് എടുത്തിരിക്കുന്ന ഈ കഥ പറയാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ലൊക്കേഷൻസ്, അതായത് ലൊക്കേഷൻ കാണുമ്പോ തന്നെ നമുക്ക് അവിടെ ഒരു ഭീകരത, അല്ലെങ്കിൽ ഒരു എന്തൊക്കെയോ നിഗൂഢതകള്, അങ്ങനെ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീലിങ് സിനിമ തുടങ്ങി അവസാനം വരെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ ഒരു സാധനം നമുക്ക് ഇങ്ങനെ നിഴലിച്ച് നിൽക്കും. ഇവിടെ എന്തോ സംഭവിക്കാൻ പോകണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലാണ് വരിക. പിന്നെ ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗംഭീര ഡയലോഗ്സ്. അതേപോലെ എടുത്തു പറയേണ്ടതാണ് ബീന ആന്റണിന്റെ ക്യാരക്ടർ കേട്ടോ. പെർഫോമൻസ് ഉണ്ടല്ലോ, കിടിലൻ പെർഫോമൻസ് ആണ്. അതായത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇതില് ഈ ഓരോരുത്തരിങ്ങനെ ഓരോ സമയങ്ങളിൽ വരും. എന്നിട്ട് ഈ സിനിമ അവര് കൊണ്ടുപോകുന്ന രീതി ഉണ്ടല്ലോ, അത് സാധാരണ അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ സ്ക്രിപ്റ്റിൽ വരുള്ളൂ, അത് നന്നായി കിട്ടുള്ളൂ. അതാണ്. അല്ലെങ്കിൽ എപ്പോഴും ഒരൊറ്റ ക്യാരക്ടർ, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന നായകനോ നായികോ ഇവരായിരിക്കും സിനിമ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. ഇതങ്ങനെയല്ല. ഇതിനകത്ത് കേറി വരുന്ന, അല്ലെങ്കിൽ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ വരുന്ന ആൾക്കാര്, ഗസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞ, അങ്ങനെ ഉദ്ദേശിക്കാം. തട്ടുകട അല്ലെങ്കിൽ ചായക്കട നടത്തുന്ന ആളുണ്ടല്ലോ, അതെ, ആള് ഗസ്റ്റ് ആണ്. ആ ആള് ആ സീനിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് മുതല് ആ ക്യാരക്ടർ ആ സിനിമ എടുക്കുന്നൊരു ഇതുണ്ട്. അതിനുശേഷം മറ്റൊരു സാഹചര്യത്തിൽ മറ്റേ ഓരോ കഥാപാത്രങ്ങൾ അങ്ങനെ എടുക്കുകയാണ്. ഇത് ഓരോരുത്തരിലേക്ക് മാറി വരുന്ന. അതേപോലെ ഒരു ടൈമിലാണ് ഈ നമ്മുടെ ലാലിന്റെ മകൻ വരുന്നത്. ലാലിന്റെ മകൻ അത് ലിഫ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് പിന്നെ അവിടുന്ന് വേറെ ആളിലേക്ക് മാറുകയാണ് കഥ മൊത്തം.
അവിടുന്ന് പിന്നെ ലാസ്റ്റ് മറ്റുള്ള സംഭവങ്ങളിലേക്ക് എല്ലാം കൂടി ഒരുമിച്ച് അതെ. ഭയങ്കര രസത്തിലാണ് ഇതിന്റെ എഴുത്തും ഈ കഥ കൊണ്ടുപോയിരിക്കുന്ന രീതിയും. ഓരോ കഥാപാത്രങ്ങൾക്കും കൂടുതൽ ലേയേഴ്സ് പറയാനുണ്ട്. അതെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. അതാണ് ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്ന സാധനം തന്നെ അതാണ്. ഇതിന്റെ ഓരോരുത്തരിലും അതായത് നമ്മൾ കാണുന്ന ഒരാളുടെ അല്ല ശരിക്കും അയാൾ അങ്ങനെയല്ല എന്നുള്ള സാധനം നമ്മുടെ ഉള്ളിലേക്ക് തരുവാണ്. അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തത്. ആ അമ്മച്ചീനെ മറക്കൂല കേട്ടോ, സിനിമ കണ്ടു ആരും മറക്കൂല. കാരണം അത്ര മറ്റേ എന്താ പറയാ തഞ്ചടമുള്ള അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള, എന്നാൽ ഒരുപാട് പറയാനുള്ള. അതെ, അത് ആ ക്യാരക്ടർ അങ്ങ് മാഞ്ഞു പോകുന്നുണ്ടെങ്കിലും അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങുന്ന ഒരാളുടെ മനസ്സിൽ നിന്നും അത് മാറിപ്പോകില്ല. അതായത് ആ ക്യാരക്ടർ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിക്കും. അതാണ് കാരണം ശരിക്കും ആള് കുറെ പൊള്ളു പറയുന്നുണ്ട്, പക്ഷെ അത് പൊള്ളാണെങ്കിലും ആണെന്ന് ആള് തന്നെ പറയുന്നതാണല്ലോ. അതെ, അത് ആളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ആ ആളെ ഈ ക്യാരക്ടർ ഏറ്റെടുത്തത്. അതെ, സത്യം. അത് ഏറ്റെടുത്തതിന്റെ അപ്പുറം ആള് പൊള്ളു പറയുന്നു എന്ന് പറഞ്ഞതിന്റെ സാധനത്തിനകത്തും അവിടുന്ന് ഒരു കഥയിലൂടെ ഒരു കഥ പറയുന്നുണ്ട്. അവിടുന്നുള്ള ആ അമ്മച്ചിയുടെ പെർഫോമൻസ് അവിടെ ആ സമയം മുതൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നും. അത്രയ്ക്കും അടിപൊളി ഒരു ക്യാരക്ടർ. ഇതേപോലത്തെ ഒരുപാട് പേരുണ്ട് കേട്ടോ, നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അത് ഇഷ്ടം തോന്നുന്ന കുറെ ക്യാരക്ടേഴ്സ്. നല്ല കാസ്റ്റിംഗ്. ഈ കുട്ടീനൊക്കെ എവിടെ നിന്ന് പിടിച്ചു? അത് ശരിക്കും ചിദംബരം പറഞ്ഞ് മലപ്പുറത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്ന സ്കൂളുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, പയ്യൻ ചെയ്യുന്ന ക്യാരക്ടർ പൊള്ളിയാണ്. അതിനുശേഷം കുറച്ച് വളർന്നതായിട്ട് വരുന്ന പയ്യനും ആളുടെയും പെർഫോമൻസ് ഒരാളില്ല. അതാ പറഞ്ഞ ഒരൊറ്റ ആളില്ല. എനിക്ക് തോന്നുന്നില്ല ഈ സിനിമയിൽ ഒരാൾ വന്നിട്ട് അയ്യേ അല്ലെങ്കിൽ ഒരാള് മോശമായിട്ട് വന്നിട്ടില്ല. ഇതിൽ ഗിരീഷേടിന്റെ ക്യാരക്ടർ ഒക്കെ ഉണ്ടല്ലോ, കുറച്ചുള്ളെങ്കിലും ആ ക്യാരക്ടറിന്റെ ഇതിലൂടെ മറ്റേ ക്യാരക്ടർ എന്താണെന്നുള്ളത് അറിയാനും ഇതിനൊക്കെ കൂടുതലായിട്ട് സഹായമായിട്ടുണ്ട്. അതെ, ഇനി അതേപോലെ തന്നെ പറഞ്ഞാ 4 പയ്യന്മാരുണ്ട്, ഒരു മതിലിരിക്കുന്ന ഒരു സീനും അവർ കുറച്ച് സമയമുള്ളൂ, അവര് വരെ അതിന്റെ കാസ്റ്റിംഗ് അത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലും എല്ലാം അതായത് ഇവര് അവരുടെ ചെറുപ്പമുണ്ട്, അവര് വലുതായിട്ടുള്ളത് അതുപോലും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്ര മികച്ച കാസ്റ്റിംഗ് ആണ് ഈ സിനിമയുടെ. മികച്ച കാസ്റ്റിംഗ്, മികച്ച സ്ക്രിപ്റ്റിംഗ്, മികച്ച ഡയറക്ഷൻ. പിന്നെ ഒരു പ്രാന്തിയായിട്ട് പെണ്ണായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ ഉണ്ട്, അവളൊക്കെ സൂപ്പറാണ്. നടിയൊക്കെ ഒരു രക്ഷയില്ല, നടിയൊക്കെ ശരിക്കും പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് നടി കാണിച്ചിട്ടുള്ളത്. അത്ര ഗംഭീരമായിട്ടുണ്ട്. എന്താണെങ്കിലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടോളുക, മിസ്സാക്കണ്ട. നല്ല സിനിമയാണ് ഇത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മറ്റേ കൊമേഴ്ഷ്യൽ ആയിട്ട് അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത്. ഈ സിനിമ ഫാസ്റ്റ് ഇല്ല. നിങ്ങൾ നമ്മൾ ആ രീതിയിൽ കാണുന്ന മാസ് മസാല രീതിയിലുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ ഡ്യൂറേഷൻ എന്താ, ഫസ്റ്റ് മുതൽ തുടങ്ങി ലാസ്റ്റ് വരെ അതില് ഏതെങ്കിലും സമയത്ത് ഒരു കണ്ടന്റ് കൊണ്ടുപോയി എടുത്തിട്ട് അതിനു വേണ്ടി നീട്ടി വലിച്ചിരിക്കുകയല്ല. ഓരോ സമയങ്ങളിലും കൃത്യസമയങ്ങളിലും ഓരോ സാധനങ്ങളും ഇങ്ങനെ ടൈമിനനുസരിച്ചാണ്. അത് ഏത് സമയത്താ വരുന്നത് നമുക്ക് ഞങ്ങൾ പറയുന്നില്ല. അത് വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടോളൂ. എല്ലാവരുടെയും പെർഫോമൻസ് ആണെങ്കിലും എന്താണെങ്കിലും കണ്ടോളൂ. ചിദംബരം ഒരു രക്ഷയില്ല, ഡയറക്ഷനാണ്, ബെസ്റ്റ്. അതെ, മഞ്ഞുമൽ ബോയ്സ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. എന്നാൽ സത്യസന്ധമായി പറയാ, ചിദംബരത്തിന്റെ ഏറ്റവും ബെസ്റ്റ് വർക്കാണിത്. അത് മഞ്ഞുമൽ ബോയ്സ് ഒന്നുമല്ല. സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് സൂപ്പർ സാധനമാണ്. എന്തായാലും പോയി തിയേറ്ററിൽ തന്നെ പോയി കണ്ടോളാം. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. സുഷിൻ ശ്യാം അതെ, ഗംഭീരാക്കി വെച്ചിട്ടുണ്ട്. അത് പറയാണ്ട് പോകാൻ പാടില്ല കേട്ടോ. ശരിക്കും ബാക്കി എല്ലാരെയും പറയുമ്പോഴേ ഇതിൽ ചില സമയത്ത് സൈലൻസ്, പിന്നെ BGM വേറെ രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആ കുട്ടി പാടുന്നൊരു പാട്ടുണ്ട്, അത് ഒരു നൊസ്റ്റാൾജിയ ഫീൽ അടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അതൊരു ടൈമിൽ അത് യൂസ് ചെയ്യുമ്പോ അത് എന്തൊരു ഫീലാന്നറിയോ, എന്താണെന്നറിയോ. എന്താണെങ്കിലും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണാം കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്.